വി.ഡി. സതീശൻ നയിക്കുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്ന് പി.വി. അൻവർ. ആ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമായി. അൻവർ ഇല്ലാതെ UDF നിലമ്പൂരിൽ വിജയിക്കില്ല. വി.ഡി. സതീശന് ഗൂഢലക്ഷ്യമാണെന്നും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച നേതാവാണ് സതീശനെന്നും അൻവർ ആരോപിച്ചു. അൻവറിനെ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി.വി. അൻവർ 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിന് മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ 5 പൈസ അല്ല, ഇല്ലാണ്ടാക്കി, വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അറിയോ നിങ്ങൾക്ക്? ഞാനിനി ഇല്ല, UDF ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF ഞാനില്ല. പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സുപ്രധാന തീരുമാനമാണ് പി.വി. അൻവർ എടുത്തിരിക്കുന്നത്. വി.ഡി. സതീശൻ നയിക്കുന്ന UDF താൻ ഇല്ല എന്നുള്ള സുപ്രധാന തീരുമാനം. വിശദാംശങ്ങൾ. ഇന്ന് രാവിലെയാണ് വീണ്ടും പി.വി. അൻവർ മാധ്യമങ്ങളെ കണ്ട് നിലപാട് വ്യക്തമാക്കിയത്. പ്രത്യേകിച്ചും UDF താൻ ഇനി പോകുന്നില്ല എന്ന ഒരു ഉറച്ച തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം മത്സര രംഗത്ത് താനോ തൻ്റെ പാർട്ടിയോ ഉണ്ടാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം UDF പല ആവർത്തി ചർച്ച നടത്തിയിട്ടും വി.ഡി. സതീശൻ, അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തനിക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. തന്നെ അകറ്റി നിർത്തുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ താനിനി UDF ഇല്ല, തന്നെ ആരും ക്ഷണിക്കുകയും വേണ്ട എന്ന ഒരു നിലപാട് ഇന്ന് അറിയിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ എല്ലാവരും വീക്ഷിച്ചിരുന്നത് പി.വി. അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും, ആർക്കൊപ്പം നിൽക്കും, സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമോ എന്നൊക്കെയായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇനി UDF പോകുന്നില്ല, അല്ലെങ്കിൽ UDF ആരുമായി ചർച്ച നടത്താൻ തയ്യാറല്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം തൽക്കാലം പിന്മാറി നിൽക്കുകയാണ്. അതേസമയം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഈ മത്സരിക്കുമോ അല്ലെങ്കിൽ മത്സരരംഗത്ത് താങ്കൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് തികച്ചും വ്യത്യസ്തമായ മറുപടിയായിരുന്നു. തൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, മത്സരിക്കാൻ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അല്ല തനിക്കുള്ളത്. പലപ്പോഴും ഒരു 10,000 രൂപ വേണമെങ്കിൽ പോലും വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സ്ഥിതിവിശേഷം തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഒന്ന് വ്യക്തമാണ്, എന്തായാലും അൻവർ നിലമ്പൂരിൽ മത്സരരംഗത്തുണ്ടാകത്തില്ല. പകരം അദ്ദേഹം ആരെങ്കിലും പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. നിലമ്പൂരില്ലാതെ UDF എന്നാൽ നിലമ്പൂരിൽ അൻവർ ഇല്ലാത്ത എന്ത് UDF, എന്ത് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം ഇടയ്ക്ക് മാധ്യമങ്ങളോട് ചോദിച്ചത്. അത്തരത്തിൽ തനിക്ക് നിലമ്പൂരുമായി അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം, തനിക്ക് നല്ല പിന്തുണ നിലമ്പൂരിലെ ജനങ്ങളിൽ നിന്നുണ്ടാകും എന്നൊക്കെ തന്നെ പറയുന്നു. ഒപ്പം UDF അൻവർ ഇല്ലാതെ വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ UDF പ്രതിപക്ഷ നേതാവിനെതിരെയും വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ച ശേഷമാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നും UDF പോകുന്നില്ല എന്നും വ്യക്തമാക്കിയത്. എന്തായാലും വരും ദിവസങ്ങളിലും പി.വി. അൻവറുമായി ചർച്ച നടത്തും എന്നുള്ളതിൻ്റെ സൂചനകളാണ് അല്പം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിയ കെ മുരളീധരൻ, മുൻ KPCC പ്രസിഡന്റ്, പറഞ്ഞത്. ഒരിക്കൽ പോലും ഒരു മുന്നണിയിൽ ഉള്ള ഒരു പാർട്ടിയായി അദ്ദേഹത്തെ അടുപ്പിക്കാൻ കഴിയത്തില്ല. കാരണം കോൺഗ്രസുമായി ഇന്ത്യ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും പല ആവർത്തി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച നേതാവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുന്നണിയിലേക്ക് കേരളത്തിലെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അസോസിയേറ്റ് മെമ്പർ എന്ന സ്ഥാനം നൽകിക്കൊണ്ട് തൽക്കാലം ഒപ്പം നിർത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെന്നും പി.വി. അൻവറിൻ്റെ നിലപാടുകളെ കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ജൂൺ 2 UDF യോഗം ചേരുന്നുണ്ട്. അന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയും കെ മുരളീധരൻ പങ്കുവച്ചിരുന്നു. പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ഇത്തവണത്തെ മത്സരം എല്ലാവർക്കും വലിയ ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഈ ഒരു ഈസി വാക്ക് ഓവറിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല. എന്തായാലും മത്സരം ശക്തമായിരിക്കും. അതേസമയം അൻവറിനെ വിട്ടുകളയുന്ന ഒരു നിലപാട് കെ മുരളീധരൻ സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ചർച്ചകൾ ഇനിയും തുടരും, എന്നാൽ അപ്രതീക്ഷിതമായ ചില പ്രഖ്യാപനങ്ങൾ പി.വി. അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് ശരിയായില്ല. മാത്രവുമല്ല, ഈ വി.ഡി. സതീശനും ഒപ്പം KPCC ഭാരവാഹികളെല്ലാം ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമായിരുന്നു, സ്ഥാനാർത്ഥിയെ ഇങ്ങനെ അപഹസിക്കരുത്, അല്ലെങ്കിൽ പി.വി. അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അത് ശരിയായില്ല. അതുകൊണ്ട് തന്നെ
നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ പിൻവലിച്ച് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കും എന്നൊരു പ്രഖ്യാപനം നടത്തണമായിരുന്നു. അത് ആ പ്രഖ്യാപനം നടത്താത്തിടത്തോളം കാലം തന്നെ തനിക്കതിൽ തുടരാൻ കഴിയില്ല, അല്ലെങ്കിൽ PV അൻവറിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന നിലപാട് കെ മുരളീധരനും വ്യക്തമാക്കുന്നു. അത്തരത്തിൽ KPCC നയങ്ങൾ തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് കെ മുരളീധരനും വാർത്താസമ്മേളനം നടത്തിയത്. എന്തായാലും അൻവറുമായിട്ടുള്ള ചർച്ച തുടരും എന്നുള്ളതിൻ്റെ സൂചനകൾ കെ മുരളീധരൻ നൽകുന്നു. ഒപ്പം അൻവർ നിലവിലെ സാഹചര്യത്തിൽ ഇനി എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, UDF-ലേക്കില്ല, മത്സരരംഗത്തേക്കില്ല. അപ്പോൾ ഇനി ആരെങ്കിലും പിന്തുണയ്ക്കുമോ, അല്ലെങ്കിൽ തൻ്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിരവധിയായ പേർ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, സഖാക്കളുണ്ട്, എല്ലാവരും സംസാരിച്ചിരുന്നു. എന്നാൽ തൻ്റേതായ ഒരു നിലപാട് ഇതുവരെയായും താൻ വ്യക്തമാക്കിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, UDF-ലേക്ക് ഇനി ഇല്ല. ഒരുപക്ഷെ പിണറായി സത്തിനെതിരെയാണ് പോരാടേണ്ടതെങ്കിൽ VD സതീശൻ ഈ നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, ഒപ്പം കൂട്ട നിർത്തണമായിരുന്നു എന്നുള്ളതായിരുന്നു. അതേസമയം കെ മുരളീധരൻ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു അസോസിയേറ്റ് മെമ്പർ അതിനപ്പുറത്തേക്ക് നിലവിലെ സാഹചര്യത്തിൽ PV അൻവറിനെ പരിഗണിക്കാനാകില്ല എന്ന നിലപാടാണ് അദ്ദേഹവും വ്യക്തമാക്കിയത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, PV അൻവറിനെ UDF-ന്റെ ഘടകകക്ഷിയാക്കില്ല, പകരം ഒരു അസോസിയേറ്റ് മെമ്പറായി RMP തുടരുന്നത് പോലെ തുടരാൻ കഴിയും. അതിനുശേഷം പിന്നീട് ആലോചിക്കാം എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് നിലപാടും സ്വീകരിക്കേണ്ടത് PV അൻവറാണ്. PV അൻവർ എടുക്കുന്ന നിലപാടുകളാണ് ഏറ്റവും ശ്രദ്ധേയമായതും. എന്തായാലും ഇന്നും നാളെയൊക്കെ ആയിട്ട് അദ്ദേഹം ചില ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ലീഗിലെ നേതാക്കന്മാരുമായിട്ട് PV അൻവർ ചില ചർച്ചകൾ നടത്തുന്നുണ്ട്. ഈ ചർച്ചകൾക്ക് ശേഷം എന്തായിരിക്കും എന്നുള്ളത് വ്യക്തമാക്കുക. എന്തായാലും അങ്ങനെ PV അൻവറിനെ തള്ളിക്കളഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടോ ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ രീതി, അതായത് പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് പകരം പരസ്യമായി എതിർക്കുന്നൊരു നിലപാട് PV അൻവർ സ്വീകരിച്ചു. അത് അംഗീകരിക്കാനാകില്ല. ആ നിലപാടിൽ തിരുത്തി കഴിഞ്ഞാൽ ഒപ്പം തുടരാം എന്നൊരു രീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും UDF-ലെ ചില നേതാക്കന്മാരും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും അൻവറുമായിട്ടുള്ള ചർച്ച തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. ജൂൺ 2-ാം തീയതി ചേരുന്ന UDF യോഗത്തിന് ശേഷം ഒരുപക്ഷെ പ്രഖ്യാപനത്തിന്, അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ സാധ്യതയും തള്ളിക്കളയാനാകില്ല. അജ്ന, VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ലെന്ന PV അൻവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടമായി എന്നും പറഞ്ഞു. മറുപടിയുമായി കെ മുരളീധരനും പറഞ്ഞു, നയത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ടി ബിനോയിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.